കേരളത്തിൽ വയനാട് ജില്ലയിൽ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ്. കൽപ്പറ്റയിൽ നിന്ന് 24 കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്ന് 5 കിലോമീറ്ററും അകലെയാണ് ഈ ക്ഷേത്രം. മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വയനാട് മാനന്തവാടിയിലെ വള്ളിയൂർക്കാവ് ക്ഷേത്രം. ചരിത്രവും ഐതിഹ്യങ്ങളും കെട്ടുപിടിഞ്ഞു കിടക്കുന്ന ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. കേരളത്തിലെ തന്നെ ഒരു ആദിവാസി മൂപ്പൻ ഉത്സവത്തിന് കൊടിയുയർത്തുന്ന ഏക ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ പ്രശസ്തമാണ്. വള്ളിയൂർക്കാവ് ക്ഷേത്രം ആദിപുരാശക്തി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ദേവിയെ 3 പ്രധാന രൂപങ്ങളായാണ് ഇവിടെ ആരാധന: വനദുർഗ, ജലദുർഗ, ഭദ്രകാളി എന്നിങ്ങനെ. കൊടുങ്ങല്ലൂർ ഭരണിയരുടെ കാലത്ത് കൊടുങ്ങല്ലൂർ ഉത്സവത്തിന് ഭരണിയരുടെ മുൻപിൽ വടക്കേ മലബാറിലേക്ക് അവിടുത്തെ നിവേദ്യത്തിനു വേണ്ടിയുള്ള സാധനങ്ങൾ ശേഖരിക്കാൻ കൊമ്മരത്താന്മാർ വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. കബനി നദിയുടെ തീരത്ത് കൊമ്മരത്താന്മാർ വിശ്രമിക്കുന്ന സമയത്ത് അവരുടെ പൊന്നിൻ്റെ വാൾ നഷ്ടപ്പെട്ടു. വാൾ അന്വേഷിച്ചു നടക്കുന്ന സമയത്ത് ഇപ്പോൾ മൂലപ്രതിഷ്ഠയുള്ള സ്ഥലത്ത് വള്ളിയുടെ മുകളിൽ ഒരു വാൾ തൂങ്ങിക്കാണപ്പെട്ടു. അത് കണ്ടതിനു ശേഷം വള്ളിയൂർ അമ്മ കനിഞ്ഞതായാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വള്ളിയൂർ എന്ന പേര് അവിടെ വന്നു. പൊന്നിൻ്റെ വാള് നഷ്ടപ്പെട്ട സമയത്ത് അദ്ദേഹം ആ വാള് കാണാൻ വേണ്ടി ഈ പ്രദേശം മുഴുവൻ തിരഞ്ഞു നടക്കുമ്പോൾ ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കാലി മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈ കോമരത്താരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ വാള് കണ്ടുപിടിച്ച സമയത്ത് തന്നെ ഇയാളെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഈ സഹായിക്കാൻ വേണ്ടി വന്ന ആളെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ അശരീരി ഉണ്ടാകുന്നത്. എന്നെ ഇവിടെ ആരാധിക്കണം, ഞാനിവിടെ കുടികൊള്ളുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു അശരീരിയോട് കൂടിയാണ് ഈ വാള് ഊരി വരുന്നത്. അതാണ് അത് ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്നുള്ള ഒരു ഇതുണ്ട്. അതുപ്രകാരമാണ് അവർക്ക് കൂടുതൽ അവകാശങ്ങളിലൂടെ ഉള്ളത്. വള്ളിയൂർക്കാവ് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആദിവാസി വിഭാഗത്തിൻ്റെ അമ്പലമാണത്, കാവാണ്. ആദിവാസി വിഭാഗത്തിൻ്റെ കാവായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഈ ഹിന്ദുക്കൾക്ക് 2 കർമ്മമുണ്ട്. ഉത്തമകർമ്മമെന്നും മധ്യമകർമ്മം എന്നാണ് പറയുക. മധ്യമകർമ്മം എന്ന് പറയുമ്പം മത്സ്യമാംസം ഇങ്ങനെയുള്ള ആണ് മധ്യമകർമ്മം. ഉത്തമകർമ്മം മത്സ്യമാംസം പാടില്ല, അത് നമ്പൂരി ചെയ്യേണ്ട കർമ്മമാണ്. പണ്ട് അങ്ങനെ മധ്യമകർമ്മത്തിൽ നടക്കേണ്ടതായ കാവാണ് ഇന്ന് ഉത്തമകർമ്മമായി നമ്പൂരി നടത്തുന്നത്, അല്ലെങ്കിൽ മേലാളർ നടത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പം സത്യത്തിൽ ആദിവാസി വിഭാഗത്തിൻ്റെതാണ് വള്ളിയൂർക്കാവ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വള്ളിയൂർക്കാവ് ആദിവാസിയുടേതാണ്. അത് മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ നാടുവാഴി ജമ്മികൾ പിടിച്ചടക്കി ഇന്നത് ഈ രൂപത്തിലേക്ക് നടത്തപ്പെടുന്നത്, ഉത്തമകർമ്മമായി നടത്തപ്പെടുന്നത് നമ്പൂരി വെച്ച് കർമ്മം ചെയ്യുന്നു. പണ്ട് നമ്പൂരില്ല, ഞങ്ങൾ മാത്രം, ആദിവാസികൾ മാത്രമായിട്ട് കർമ്മം ചെയ്തു പോകുന്ന ഒരു അമ്പലമാണ് വള്ളിയൂർക്കാവ്.
ആദിവാസികളുടെ ആവാസകേന്ദ്രമായ ഈ നാട്, അവരുടെ ജീവിത രീതിയാണ് ഈ സ്ഥലത്തെ ഇത്രയുമധികം വാസയോഗ്യമാക്കിയത്. ഈ മനോഹരമായ ഭൂമിക്ക് ചുറ്റും നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അവയ്ക്ക് ചില സവിശേഷമായ കഥകളുണ്ട്. വാർഷികോത്സവത്തിനായി ധാരാളം ആളുകളെ ആകർഷിക്കുന്ന വള്ളിയൂർക്കാവ് ദേവീക്ഷേത്രം അത്തരമൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലെ ആചാരങ്ങൾ വളരെ ലളിതമാണ്. എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ അനുവാദമുണ്ട്. കീഴ്ക്കാവിൽ ഒരു ശ്രീകോവിലിനുള്ളിൽ ദേവിയുടെ സ്വയംഭൂ പ്രതിമയും മേലേക്കാവിൽ വനങ്ങളുടെ സംരക്ഷകയായതിനാൽ മേൽക്കൂരയില്ലാത്ത വനദുർഗയുടെ പ്രതിമയും കാണാം. മുൻ നൂറ്റാണ്ടുകളിൽ ഗോത്രവർഗക്കാർ മാത്രം സന്ദർശിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ ക്ഷേത്രം. എന്നാൽ അതിൻ്റെ ഭക്തി വളരെ വലുതായിരുന്നു. ഇപ്പോൾ ദൂരെ നിന്നു പോലും ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നു. ജാതിക്കും മതത്തിനും ഇവിടെ സ്ഥാനമില്ല. ജാതിക്കും മതത്തിനും ജന്മിയെന്നോ അടിമകളെന്നോ വേർതിരിവില്ലാതെ മനുഷ്യരായും സഹജീവികളായും മാത്രം ആളുകളെ കണ്ടുകൊണ്ടിരുന്ന ഇടം കൂടിയായിരുന്നു വള്ളിയൂർക്കാവ് ആറാട്ടുത്സവം. ആദിവാസികളെ പണി വിഭാഗക്കാരുടെ ഈ ഉത്സവത്തിന് ജന്മിമാരും പിന്നീട് കുടിയേറ്റക്കാരുമൊക്കെ എത്തുന്നത് ഇവിടെ നിന്നിരുന്ന സാഹോദര്യം ആദിവാസികളുടെ ഒത്തുചേരലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായിരുന്നു ഇവിടം. ജന്മിമാർ അടിമകളെ കണ്ടെത്തിയിരുന്ന സ്ഥലം കൂടിയായിരുന്നു. കാർഷിക വേലകൾക്കായി കരുത്തുള്ള അടിമകളെ ജന്മിമാർ ഇവിടെ ക്ഷേത്രത്തിനു മുന്നിൽ വെച്ചാണ് പണം കൊടുത്ത് കരാറുറപ്പിച്ച് വാങ്ങിയിരുന്നത്. വള്ളിയൂർ അമ്മയുടെ മുന്നിൽ വെച്ച് പ്രതിജ്ഞ ചെയ്ത് വാങ്ങിയിരുന്നതിനാൽ കരാർ ലംഘിക്കാത്തവരായിരുന്നു ഇവർ. വള്ളിയൂർക്കാവ് എന്നറിയപ്പെടുന്നതുകൊണ്ട് തന്നെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നാഗാരാധന ഇവിടെ പതിവുണ്ട്. നാഗാരാധനയുടെ ഭാഗമായിട്ട് ഇവിടെ ഹോമം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നാഗപൂജ എന്നുള്ള നിലയ്ക്ക് സ്വർണത്തിലും വെള്ളിയിലും നാഗരൂപം എടുത്തൊപ്പിക്കാറുണ്ട്. അതുകൂടാണ്ട് ഉത്സവകാലങ്ങളിൽ നാഗത്തിന് മുട്ട ഒക്കെ സാധനങ്ങൾ താഴെ മണിപ്പുറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് സമർപ്പിക്കാറുണ്ട്. മീനം 1 കൊടിയേറി എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം വയനാട്ടിലെ ഉത്സവത്തിൽ വെച്ച് ഏറ്റവും വലിയ പുലിമയേറിയതാണ്. പണ്ടുകാലത്ത് ഉത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ അടിമ വ്യാപാരം നടക്കാറുണ്ടായിരുന്നു. ഇന്ന് വയനാട്ടിലെ ആദിവാസികളുടെ ഏറ്റവും വലിയ ഒത്തുചേരലാണ് ഈ ഉത്സവം. ഉത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ ചടങ്ങുകളും നിർവഹിക്കുന്നത് ആദിവാസികളാണ്. ആദിവാസി മൂപ്പൻ കൊണ്ടുവരുന്ന നീളമുള്ള മുളം തണ്ടിലാണ് ഉത്സവത്തിൻ്റെ കൊടിയേറ്റം. കൊടിയേറ്റത്തിനുമുണ്ട് പ്രത്യേകത. ഉത്സവം തുടങ്ങി 7-ാം ദിവസമേ കൊടി കയറാറുള്ളൂ. അതുപോലെ ഉത്സവം കഴിഞ്ഞ് 7-ാം ദിവസമേ കൊടി ഇറക്കുകയുള്ളൂ. ശ്രീ ഭദ്രകാളി ധനികനുമേൽ നേടിയ വിജയമാണ് ഈ ഉത്സവത്തിൻ്റെ അടിസ്ഥാനം. മീനം 1 തലേ ദിവസം മാനന്തവാടിക്കടുത്തുള്ള പാണ്ടിക്കടവ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാരാശക്തിയുടെ തിരുവായുധമായ വാൾ ഒരാനപ്പുറത്ത് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നു. ഇത് താഴേക്കാവിലുള്ള മണിപ്പുറ്റിൽ വെക്കുന്നതോടെ ഉത്സവത്തിന് നന്ദി കുറിക്കുകയായി. പിറ്റേ ദിവസം മുതൽ കാലത്ത് ഗണപതി ഹോമവും മറ്റു വിശേഷ ചടങ്ങുകളും ഉണ്ടാകുന്നു. 13 ദിവസം മേലേക്കാവിൽ ക്ഷേത്രത്തിനകത്ത് തായമ്പക ഉണ്ടാകും. 14-ാം ദിവസം തായമ്പക ഉണ്ടാകില്ല.